അപ്പോൾ ചങ്ങായിമാരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ടോ, ആഴ്ചയിൽ ലീവൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് പണിക്കിറങ്ങുമ്പോൾ നല്ല ഉന്മേഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലത്തെ വർഷാപ്പ് പണിക്കാർക്ക് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നവംബർ 1 അപ്പോൾ ഇന്ന് കേരളപ്പിറവി ദിനമാണ്. എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ. ഓക്കെ, അപ്പോൾ ജോലിക്കിറങ്ങട്ടെ. പ്രത്യേകിച്ച് ആഴ്ചക്ക് 6 ദിവസം ജോലി ചെയ്ത് ഒരു ദിവസമൊക്കെ ലീവ് എടുക്കുമ്പോൾ പിറ്റേ ദിവസം പണിക്കിറങ്ങുമ്പോൾ പ്രത്യേക സുഖം അല്ലേ? എല്ലാവർക്കും ലീവില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെപ്പോലുള്ള കമ്പനി പണിക്കാർക്ക് അല്ലെങ്കിൽ വർഷാപ്പ് പണിക്കാർക്ക് മാത്രമേ ഈ ആഴ്ച ദിവസം ലീവുള്ളൂ. ഈ ബക്കാലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൊല്ലത്തിൽ 364 ദിവസം ജോലി തന്നെയാണ്. നമ്മളെ സുഹൃത്തുക്കളുടെ ബക്കാലകളിലൊക്കെ ജോലി ചെയ്യുന്നത് അവർ പറയലുണ്ട്, ദിവസമൊക്കെ ജോലി ഒരു റെസ്റ്റ് കിട്ടിയാൽ നല്ലതല്ലേ? ശരിക്കും അങ്ങനെയൊക്കെ വേണം അല്ലേ? എന്നും ജോലിയൊക്കെ ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഇന്നും പ്രവാസ ലോകത്തല്ലേ. ഇപ്പോഴൊക്കെ കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോഴല്ലേ അത്യാവശ്യത ഇങ്ങനെ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അത്യാവശ്യം ചൂട് ടൈമെന്നാണ് നല്ല വെയിലായിരിക്കും, കുറച്ച് കുറവാണ്. ചൂട് കുറയുന്നുള്ള ഒരു ഇതാണ് കാണുന്നത്. നോക്കിയാൽ ഞങ്ങൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂട്, ചെറിയൊരു പുഴുക്കുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ചെറിയ തണുപ്പ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ആയിട്ടില്ലെങ്കിൽ കൂടി പിന്നെ എന്നാലും കുറവാണെന്ന് പറയാം കേട്ടോ. കണ്ടില്ലേ, ഇതാണിപ്പോൾ രാവിലെ ശേഷം ഇവിടെ ഏകദേശം 6:45 അപ്പോൾ അത് വെയിൽ വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് തണുപ്പുണ്ട്, ചെറുതായിട്ടെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിട്ട്. പക്ഷെ സാധാരണ ഇവിടെ ഇത്ര തണുപ്പൊന്നും ജാക്കറ്റ് നിന്നിട്ട് തണുപ്പൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. സാധാരണ ഞങ്ങൾക്കിവിടെ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കേണ്ട അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, നോർമൽ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ടൈം നല്ല തണുപ്പടിച്ച് അത്ര ഓവർ തണുപ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചൂടായിരിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പം ഇന്ന് മദ്രസ ലീവാണ്, അതുകൊണ്ടായിരിക്കും വാഹനങ്ങൾ കുറവ് കാണുന്നത്. അല്ലെങ്കിൽ നല്ല അത്യാവശ്യം തിരക്കുള്ള റോഡ് തന്നെയാണിത്. ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണെന്നറിയാം. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടുള്ളവർക്കറിയാം, അതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥയിൽ നല്ല സുഖമായിട്ട് ജോലി ചെയ്യാൻ. ഇങ്ങനത്തെ കാലാവസ്ഥ ആണെങ്കിൽ ഗൾഫിൽ നമുക്ക് എത്രയും ജോലി ചെയ്യാം. പക്ഷെ ചൂട് വന്നാലുണ്ടല്ലോ, ചൂട് നിന്ന് പറഞ്ഞാൽ ഒരു 1.5 ചൂടാണ്. അതെല്ലാവർക്കും നമ്മളെപ്പോലത്തെ ഈ പുറത്തൊക്കെ ഫിറ്റിങ്ങിനൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പ് പണിക്കാരൊക്കെ ഉണ്ടാവില്ല, വെൽഡിങ്ങിന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ സംബന്ധിച്ച് നല്ല ചൂടാണ്. ഒരു 3 മാസം അത്യാവശ്യം, 3-4 മാസം അത്യാവശ്യം നല്ലൊരു 3 മാസം നല്ല തിരക്കില്ലാത്ത ചൂടുണ്ടായിരിക്കും. അപ്പോഴാ വിചാരിക്കില്ല ഇപ്പോൾ ഇതൊക്കെ നിർത്തി പോകാമെന്നൊക്കെ തോന്നുന്നത്. എന്താ ചെയ്യുക? ഏതായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ്? സുഖമല്ലേ? നാട്ടിൽ മഴ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇവിടെ എപ്പോഴെങ്കിലൊക്കെ ഒരു മഴ വരലുണ്ട്, പക്ഷെ മഴ ഉണ്ടായിരിക്കും. തണുപ്പിന് മുന്നേ മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഒരു 6 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ലീവ് കിട്ടുകയാണെങ്കിൽ, എന്നാലും ആഴ്ചയിൽ ലീവ് കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മളെ പോലത്തെ ആൾക്കൊക്കെ കുറച്ച് നേരം കിടന്നുറങ്ങാം. അത് തന്നെ ലീവ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുറത്ത് പോകുന്നതൊന്നുമല്ല, നമുക്ക് വേറെ അങ്ങോട്ട് പോകാനില്ല. കുറച്ച് കിടന്നുറങ്ങണം, വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്ത് പോയി വരണം, അതൊക്കെ തന്നെയാണ് നമ്മുടെ ലീവ്. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ നമ്മളെ വിശേഷങ്ങൾ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ലീവ് എടുത്താൽ എല്ലായിടത്തും നിന്ന് കറങ്ങി നടക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കറങ്ങുന്നവരുണ്ടായിരിക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. രാവിലെ വൈകിയാണ് എണീക്കലൊക്കെ. വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിരുന്നു കറങ്ങിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരും, അത്ര തന്നെ. അതോടെ നമ്മുടെ ലീവ് കഴിഞ്ഞു. എന്നാലും ഹാപ്പി, ഉള്ളതിൽ സന്തോഷം കണ്ടെത്താം അല്ലേ? അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.